ഹലോ ഗൈസ്, നമുക്കറിയാം ഈ പ്രൊപ്പഗണ്ട മൂവീസ് എടുക്കുന്ന കുറേ ആൾക്കാർ നമ്മളെ ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്. പ്രത്യേക ജനങ്ങളെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ പ്രത്യേക പാർട്ടിയെ സ്വാധീനിക്കാൻ വേണ്ടി എടുക്കുന്ന മൂവീസാണ്. അവരുടെ അജണ്ട അതിൽ കൊണ്ടുവരാൻ വേണ്ടി അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ഇത്തരം ആൾക്കാരുടെ പടങ്ങൾ പിന്നെ വേറെ പടങ്ങളിൽ അവർ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഡയറക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പടങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടും നമ്മൾ കാണാറുണ്ട്. നമ്മൾ ജനങ്ങൾ അവരെ റിജക്ട് ചെയ്തതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. പറഞ്ഞു വന്ന വേറെ ഒന്നുമില്ല, നമ്മൾ ദളപതി വിജയുടെ മൂവി ജനനായകൻ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് മൂവി ആയിട്ടാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് 9-ാം തീയതി റിലീസിംഗ്. അതിന്റെ സെൻസർ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഇഷ്യൂസ് ഉണ്ട്. അതിപ്പം കോർട്ടിലാണെന്നാണ് ഞാൻ അറിയുന്നത്. 9-ാം തീയതി റിലീസ് ചെയ്യില്ല എന്നുള്ളത് അറിയില്ല. എന്തായാലും ഞാൻ ടിക്കറ്റ് നോക്കിയപ്പോഴേ മൈ ഷോ ടിക്കറ്റ് നോക്കിയപ്പോൾ 9-ാം തീയതി ടിക്കറ്റ് കിട്ടിയില്ല. പിറ്റേ ദിവസം 10-ാം തീയതിയാണ് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അഭിനയിച്ചുള്ള നമുക്കറിയാം വിജയ്, പൂജ ഹെഗ്ഡെ, ബോബി ഡിയോള്, മമത ബൈജു തുടങ്ങിയവരെ ആണ് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ അനുജിത്തിന്റെ മ്യൂസിക്കാണ്. പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, എല്ലാം നല്ല സൂപ്പർ ഹിറ്റ് പാട്ടായിട്ടാണ് തോന്നിയത്. ഇതൊരു തെലുങ്ക് മൂവിയുടെ, ബാലയുടെ തെലുങ്ക് മൂവിയുടെ റീമേക്ക് ആയിട്ടാണ് പറയുന്നത്. പക്ഷെ അത് അത്രത്തോളം കുറേയൊക്കെ സാമ്യമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഇത് പൊളിറ്റിക്സ് കുത്തി നിറച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏകദേശം പകുതിയോളം പൊളിറ്റിക്സ് ആയിരിക്കും. വിജയ് തമിഴ് പൊളിറ്റിക്സിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുറെ അജണ്ടയും കാര്യങ്ങളും അതിനകത്ത് അദ്ദേഹം അപ്ലൈ ചെയ്തിട്ടുണ്ട്. തെറ്റൊന്നും പറയാനില്ല. അദ്ദേഹത്തിന്റെ അടുത്ത ലാസ്റ്റ് മൂവിയാണല്ലോ. അദ്ദേഹം പൊളിറ്റിക്സ് ഇറങ്ങുമ്പോഴേ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് അതിൽ അദ്ദേഹം പറയുന്നതിൽ തെറ്റൊന്നുമില്ല. എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ്. നമുക്ക് അദ്ദേഹം വലിയ അഭിനയവും മറ്റു കാര്യങ്ങളൊന്നും ഞാൻ എനിക്ക് അഭിപ്രായമില്ല. അദ്ദേഹത്തിന്റെ ഫാനുമല്ല. അദ്ദേഹത്തിന്റെ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുമില്ല. അദ്ദേഹത്തിന്റെ കുറച്ച് പടങ്ങൾ ലാസ്റ്റ് ടൈം 1-2 പടങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇതിൽ വെയിറ്റിംഗ് ആണ്. 3 മണിക്കൂർ 3 മിനിറ്റാണ് ഈ പടത്തിന്റെ ദൈർഘ്യം. എന്തായാലും അദ്ദേഹം ഒരു എന്റർടൈനറാണ്. 3 മണിക്കൂർ എന്തായാലും കാണാൻ അതിലുണ്ടാവും. അഡിയോസ് അമിഗോസ്.